മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ച KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറിനെ കടുത്ത അവഗണന. അലോഷ്യസിനെ മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങി. സേക്രഡ് ഹാർട്ട് കോളേജിലെ സ്വീകരണ പരിപാടിക്കിടെയാണ് KSU സംസ്ഥാന പ്രസിഡന്റിനെ മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങിയത്. KSUവിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ചർച്ചകൾക്ക് വഴിവെച്ച പശ്ചാത്തലത്തിലാണ് സംഭവം. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ജിജീഷ്, KSU മുഖ്യമന്ത്രി വിവാദം അത് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ KSU സംസ്ഥാന അധ്യക്ഷനെ മുഖം കൊടുക്കാതെയുള്ള ഒരു അവഗണന മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതല്ലേ? തീർച്ചയായും KP ഇവിടെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ. അതിനിടയിൽ ഒരു വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറിനെ കാണാൻ അവസരം നൽകാത്ത VD സതീശന്റെ നടപടിയെ നേതാക്കൾ വലിയ തോതിൽ വിമർശിക്കുകയും അത് രണ്ട് തട്ടിൽ നേതാക്കൾ നിൽക്കുകയും എല്ലാം തന്നെ ചെയ്ത ഘട്ടത്തിലായിരുന്നു VD സതീശൻ ഇവിടെ എത്തി എങ്കിൽ പോലും തൊട്ടടുത്ത് അലോഷ്യസ് സേവർ ഇറങ്ങി വരുമ്പോൾ അലോഷ്യസ് സേവറിനെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും നോക്കാതെ മുഖ്യമന്ത്രി കടന്നുപോയത്. ഇക്കാര്യത്തിൽ പിന്നീട് അലോഷ്യസ് സേവർ തന്നെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം തന്നെ കണ്ടോ എന്ന് അറിയില്ല, താൻ വീണ്ടും മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കും, അതിനുള്ള ശ്രമങ്ങൾ ഇനിയും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലോഷ്യസ് സേവർ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണത്തോടുള്ള പ്രതികരണം അലോഷ്യസ് സേവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയത്തിൽ തന്നെയാണ് ഇന്ന് മറ്റൊരു മാനം കൂടെ കൈവന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ രണ്ടുപേരും ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരേ ചടങ്ങിൽ രണ്ടുപേരും പങ്കെടുക്കുന്ന ഒരു പൊതു ചടങ്ങ്. ആ ചടങ്ങിൽ സ്വാഭാവികമായും അലോഷ്യസ് സേവർ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ ആളുമായി സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് സുഹൃത്ത് സംഭാഷണങ്ങളിൽ ഏർപ്പെടാം, വിശേഷങ്ങൾ തിരക്കാം. എന്നാൽ ഈ ഒരു തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ വിവാദങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അലോഷ്യസ് സേവറിനെ കാണാനോ മുഖം കൊടുക്കാനോ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അലോഷ്യസ് സേവർ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ഇനിയും ശ്രമങ്ങൾ തുടരെ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കും. കാരണം ഒരിക്കൽ കാണാൻ ശ്രമിച്ചു, അത് നടന്നില്ല. മുഖ്യമന്ത്രി KSU നേതാക്കളെ കാണാൻ കൂട്ടാക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തെ രൂക്ഷമായി തന്നെ ഇവിടെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാത്തത്. അവസരം ചോദിച്ചിട്ടും നൽകിയില്ല, ഇപ്പോൾ മുഖാമുഖം കണ്ടിട്ടും മൈൻഡ് ചെയ്തില്ല. ഇവിടെ ഈ KSUവിനെ അനുകൂലിച്ചുകൊണ്ട് മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിനകം രംഗത്ത് വന്നു. ചിലർ പരസ്യ പ്രതികരണം പോലും നടത്തി. അതായത് ഈ KSU മുഖ്യമന്ത്രി പോര് പാർട്ടിക്കകത്ത് തന്നെ വലിയ വിഭാഗീയതയ്ക്ക് പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും KP പാർട്ടിക്കകത്ത് പുതിയൊരു വിഭാഗീയതയ്ക്ക് തുടക്ം കുറിച്ച് തന്നെയാണ് ഈ തരത്തിൽ 2 തട്ടിലേക്ക് അല്ലെങ്കിൽ നേതാക്കളെ തന്നെ 2 തരത്തിലാക്കുന്നത് തന്നെയാണ് ഈ വിവാദങ്ങൾ എന്ന് പറയുന്നത്. അത് KSUവും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായിട്ടുള്ള നേരത്തെ തന്നെ അലോഷ്യസ് സേവറിൻ്റെ പല പ്രതികരണങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകളുമെല്ലാം മുഖ്യമന്ത്രിക്ക് വലിയ തോതിൽ അലോസരമുണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പിന്നീട് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ ജിൻഡോ ജോൺ അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന നിലയിലേക്ക് വന്നു. തുറന്ന് വക്താവ് സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ഒരു നിലയിൽ നിന്ന് ജിൻഡോ ജോണിനെ മാറ്റി നിർത്തണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉയർത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അങ്ങനെ കടുത്ത പ്രശ്നങ്ങൾ, വിഭാഗീയത, ഒപ്പം തന്നെ പ്രത്യാരോപണങ്ങളെല്ലാം നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് അല്പം മുമ്പ് നടന്ന ഈ ഒരു ചടങ്ങിലും അത് പ്രതിഫലിച്ചത്. മുഖ്യമന്ത്രി അലോഷ്യസ് സേവറിനെ പൂർണ്ണമായും തന്നെ അവഗണിച്ച് പോവുകയും പിന്നീട് അലോഷ്യസ് സേവർ അതിനോട് പ്രതികരിച്ച് മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തത്. ഈ പ്രശ്നങ്ങൾ പെട്ടെന്നൊന്നും അവസാനിക്കില്ല, ഇത് നേതാക്കൾ ഏറ്റുപിടിച്ച് പുതിയ തലത്തിലേക്ക് നീങ്ങും എന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം തന്നെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഈ മഞ്ഞുരിക്കാം എന്നത് തന്നെയാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. അത് മുഖ്യമന്ത്രിയും KSU നേതൃത്വവുമായി. കാരണം KSUയിലൂടെ വളർന്നു വന്ന നേതാക്കൾ ഇത്തരത്തിൽ പെരുമാറുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു ചില നേതാക്കൾ. അവരെല്ലാം പരസ്യമായി പ്രതികരിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അത്തരത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടുതൽ ശക്തമാവുന്ന നിലയിലേക്ക് തന്നെയാണ് ഈ പ്രതികരണങ്ങളെല്ലാം നീങ്ങുന്നത്. അത് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ പുതിയ വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് KSU. VD സതീശൻ പോര് KSU സംസ്ഥാന അധ്യക്ഷനെ മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.